നമ്മൾ ജീവിക്കുന്നത് AI കാലഘട്ടത്തിലാണ്. എങ്കിലും ഇന്നും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നമുക്ക് ചുറ്റും അവശേഷിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യം പുനർജന്മം സത്യമാണോ എന്നതാണ്. ഈ ഒരു വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക പുനർജന്മത്തിൽ വിശ്വസിക്കണമോ ഇല്ലയോ എന്ന്. വെൽക്കം ബാക്ക് ടു റിവൈൻഡ് മലയാളം. 1926 ഡിസംബർ 11 ഡൽഹിയിലാണ് ശാന്തി ദേവി എന്ന പെൺകുട്ടി ജനിക്കുന്നത്. ആ പെൺകുട്ടി ജനിച്ച് 4 വയസ്സ് വരെ അധികം ആരോട് സംസാരിക്കില്ലായിരുന്നു. എപ്പോഴും നിശബ്ദതയോടെയാണ് കാണപ്പെട്ടിരുന്നത്. ഇത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വല്ലാത്ത വിഷമത്തിലാക്കിയെന്ന് തന്നെ പറയാം. പക്ഷേ 4 വയസ്സിന് ശേഷം ഒരു ദിവസം ചുറ്റുമുണ്ടായിരുന്ന തൻ്റെ കുടുംബാംഗങ്ങളെ നോക്കി ആ പെൺകുട്ടി പറയുകയാണ്, നിങ്ങൾ എൻ്റെ അച്ഛനമ്മയാണെന്നല്ല, എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത് മധുരയിലാണ്. എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുമോ? എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ വീട്ടിൽ താമസിക്കണം, എൻ്റെ മാതാപിതാക്കളോട് കൂടെ താമസിക്കണമെന്ന് വാശി പിടിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയല്ലേ പറയുന്നത്, അതുകൊണ്ട് തന്നെ ആരും കാര്യമാക്കിയില്ല ഈ ശാന്തി ദേവിയുടെ വാക്കുകൾ. പക്ഷേ നിരന്തരമായി ശല്യപ്പെടുത്തുകയാണ് ഈ ഒരു കാര്യം പറഞ്ഞ് മാതാപിതാക്കളെ ശാന്തി ദേവി. അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയാൽ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ച ശാന്തി ദേവിയുടെ മാതാപിതാക്കൾ ആ ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കുകയാണ്. അങ്ങനെ സ്കൂളിൽ ചേർത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഒക്കെ എടുക്കുമല്ലോ. അങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുന്ന പല ദിവസങ്ങളിലും ശാന്തി ദേവി ഈ സാറന്മാരോട് പറയുമായിരുന്നു, സാർ എൻ്റെ പേര് ലുഗ്ഡി ദേവിയാണ്, എൻ്റെ വീട് മധുരയിലാണ്, എനിക്ക് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ മാതാപിതാക്കൾ അവിടെയാണ് താമസിക്കുന്നത്, എൻ്റെ വീട് മധുരയിലാണെന്ന് പറഞ്ഞ് നിരന്തരം ഈ മാഷുമാരെ ബോധിപ്പിക്കുമായിരുന്നു ഈ ഒരു ശാന്തി ദേവി എന്ന് പറയുന്ന പെൺകുട്ടി. ഇതൊക്കെ ഈ ചുറ്റുമുള്ള കുട്ടികളെയും അധ്യാപകരെയും എല്ലാം ആശ്ചര്യപ്പെടുത്തുമായിരുന്നു. അങ്ങനെ നിരന്തരം ഈ ഒരു കാര്യം അധ്യാപകരോട് ശാന്തി ദേവി പറയുന്നതിനാൽ തന്നെ ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ശാന്തി ദേവി ആ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഒരു കത്തയക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഈ മറുപടി എന്ന വണ്ണം ഒരു കത്ത് വരികയാണ് ഈ അധ്യാപകർക്ക്. ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ ശാന്തി ദേവിയുടെ അധ്യാപകരെയും മാതാപിതാക്കളെല്ലാം ആശ്ചര്യപ്പെടുത്തുകയും നെട്ടിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമായിരുന്നു. അതായത് അതിലുണ്ടായിരുന്നത്, ഞാൻ കേദർനാഥ് എന്ന ഒരു തുണി വ്യവസായം ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ പേര് ലുഗ്ഡി ദേവി എന്നാണ്. എൻ്റെ ഭാര്യയ്ക്ക് 1ാമത്തെ പ്രസവത്തിൽ ഒരു കുട്ടി മരിക്കുകയും 2ാമതൊരു കുട്ടി ജനിക്കുകയും ആ കുട്ടി ജനിച്ച് 10 ദിവസത്തിനുള്ളിൽ തന്നെ ലുഗ്ഡി ദേവി എന്ന എൻ്റെ ഭാര്യ മരണപ്പെടുകയാണ് ചെയ്തതെന്ന് പറയുകയാണ്. അങ്ങനെ ഈ അധ്യാപകർ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഡൽഹിയിൽ നിന്ന് 145 കിലോമീറ്റർ അകലെയുള്ള മധുരയിലെത്തുകയാണ്. കേദർനാഥിൻ്റെ കുടുംബത്തിനെ പരിചയപ്പെടുകയാണ്. തങ്ങൾക്കുണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ കേദർനാഥിനോട്. അങ്ങനെ ആ ഒരു കുട്ടി, ഈ ശാന്തി ദേവി എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേദർനാഥിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയും ലുഗ്ഡി ദേവിയുടെ മകനും കൂടിയിട്ട് മറ്റൊരു വിലാസത്തിൽ, അതായത് മറ്റൊരു പേരിൽ, ഈ കേദർനാഥിൻ്റെ പേര് മാറ്റി വേറെന്തൊക്കെ പേര് വെച്ച് ഈ ഡൽഹിയിലെ ഈ ലുഗ്ഡി ദേവിയുടെ വീട്ടിലെത്തുകയാണ്. പക്ഷേ പേരൊക്കെ വേറെ പറഞ്ഞ് ആ വീട്ടിൽ ലുഗ്ഡി ദേവിയുടെ വീട്ടിലെത്തിയപ്പോഴും ഈ ലുഗ്ഡി ദേവി എന്ന ശാന്തി ദേവി പെട്ടെന്ന് തന്നെ ഈ തൻ്റെ ഭർത്താവായ കേദർനാഥിനെയും തൻ്റെ കുട്ടിയെയും തിരിച്ചറിയുകയാണ്. അതിനുശേഷം ഇതാണ് എൻ്റെ ഭർത്താവ്, ഇതാണ് എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ചുറ്റുപാടുമുള്ളവരെ പരിചയപ്പെടുത്തുകയാണ് ഈ ശാന്തി ദേവി. ഇത് ചുറ്റുമുള്ളവരെ ആശ്ചര്യപ്പെടുത്തിയെന്ന് തന്നെ പറയാം. കാരണം ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ ആർക്കായാലും ആശ്ചര്യം ഉണ്ടാകുമെന്നതാണ് സത്യം. അതുമാത്രമല്ല, തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടും വേദനയും എല്ലാം ഒന്നിടപെടാതെ എല്ലാം തന്നെ വിശദീകരിക്കുകയാണ് ഈ ശാന്തി ദേവി. അതുമാത്രമല്ല, ഈ കേദർനാഥും ലുഗ്ഡി ദേവിയും തമ്മിൽ ദാമ്പത്യ ജീവിതത്തിൽ സംസാരിച്ച പല കാര്യങ്ങളും രഹസ്യമായി തന്നെ ഈ കേദർനാഥോട് പറയുകയാണ്. അതിലൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ലുഗ്ഡി ദേവി പറഞ്ഞുമായിരുന്നു മരണത്തിന് മുമ്പ് നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുതെന്നാണ്. ആ സത്യത്തെ മറികടന്നാണ് ഈ കേദർനാഥ് പുതിയ കല്യാണം കഴിച്ച് ഈ ഭാര്യനും കൊണ്ട് ഇങ്ങോട്ട് വന്നത്, അതായത് ഡൽഹിക്ക് വന്നത്. അങ്ങനെ ഇതൊക്കെ കേട്ടതോടുകൂടി തന്നെ കേദർനാഥ് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, തൻ്റെ ഭാര്യ പുനർജനിച്ചു വന്നിരിക്കുന്നു എന്ന്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ശാന്തി ദേവിയുടെ കഥകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒടുവിൽ മഹാത്മാഗാന്ധിജി ഈ ഒരു കാര്യം അറിയുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി 15 അംഗ കമ്മീഷനെ നിയമിക്കുകയാണ്. അങ്ങനെ 15 അംഗ കമ്മീഷനും ശാന്തി ദേവിയും ശാന്തി ദേവിയുടെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടിയിട്ട് ഈ ഒരു 145 കിലോമീറ്റർ അകലെയുള്ള ഈ മധുരയിലെത്തുകയാണ്. ആ മധുരയിലെത്തിയ ആദ്യം തന്നെ ശാന്തി ദേവി അവിടെ കുറേ വർഷം ജീവിച്ച പോലെ പെരുമാറാൻ തുടങ്ങുകയാണ്.
എല്ലാവർക്കും ഈ ഒരു മധുരയിലെ ആ വീട്ടിലേക്കുള്ള തൻ്റെ പഴയ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ഈ ശാന്തി ദേവി എന്ന പെൺകുട്ടി. ഇതൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര ആശ്ചര്യമായിരുന്നു, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി ശാന്തി ദേവിയുടെ വീട്ടിൽ പോവുകയാണ്. ശാന്തി ദേവിയുടെ വീട് ശാന്തി ദേവി കൃത്യമായി ലുഗ്ഡി ദേവി എന്ന തൻ്റെ പുനർജന്മ കഥയിലെ വീടിനെ കാണിച്ചു കൊടുക്കുകയാണ്. അതുമാത്രമല്ല തൻ്റെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു കിണറിനെ കാണിച്ചു കൊടുക്കുന്നു. അതുമാത്രമല്ല ഈ പൈസയൊക്കെ ഈ ലുഗ്ഡി ദേവി മണ്ണിൽ കുഴിച്ചിടുമായിരുന്നു, അതൊക്കെ കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ആ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് കേദാർനാഥ് ആ പൈസയെല്ലാം എടുത്തു. പക്ഷേ കൃത്യമായ സ്ഥലമാണ് ഈ ശാന്തി ദേവി കാണിച്ചു കൊടുത്തതെന്ന് ഈ കേദാർനാഥിനും ചുറ്റുമുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കുകയാണ്. അതുമാത്രമല്ല പല ബന്ധുമിത്രാദികളെയും പേരുകൾ ചൊല്ലി വിളിക്കുകയാണ്. അവരുടെ കാൽക്കലൊക്കെ വീണ് നമസ്കരിക്കുകയാണ് ഈ ശാന്തി ദേവി എന്ന ലുഗ്ഡി ദേവി. ഇതെല്ലാം ചുറ്റുമുള്ളവരെ അതിശയിപ്പിക്കുകയാണ്. ഒടുവിൽ ഗാന്ധിജി നിയോഗിച്ച 15 സംഘം ഒരു റിപ്പോർട്ട് നൽകുകയാണ്, ഈ ശാന്തി ദേവി എന്ന പെൺകുട്ടി ലുഗ്ഡി ദേവിയുടെ പുനർജന്മമാണെന്ന്. അതിനുശേഷം പല പ്രാദേശിക മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും ഈ ശാന്തി ദേവിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആരംഭിക്കുകയാണ്. പക്ഷേ ഈ ശാന്തി ദേവിക്ക് ഈ ഒരു മധുരയിൽ താമസിക്കണമെന്ന് ആഗ്രഹമായിരുന്നു, അതിയായ ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനൊന്നും സമ്മതിക്കാതെ ഈ ഡൽഹിയിലേക്ക് മാതാപിതാക്കൾ ഈ ശാന്തി ദേവി എന്ന പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. അങ്ങനെ ലോകം മൊത്തം വ്യാപിക്കുകയാണ് ഈ ശാന്തി ദേവിയുടെ പുനർജന്മ കഥ. ഇന്നും ഈ ഇൻ്റർനെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ മികച്ച 10 ഈ പുനർജന്മ കഥകളിൽ ഈ ശാന്തി ദേവിയുടെ കഥയും ഉൾപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പുനർജന്മ കഥയെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് ടേക്ക് കെയർ, ബൈ.